മുതലപ്പുഴയിലെ അപകടങ്ങളിൽ പ്രശ്നപരിഹാരം ഉറപ്പെന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പുഴയിലെത്തി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിർദ്ദേശവും മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചായിരിക്കും പ്രശ്നപരിഹാരമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ജോർജ് കുര്യൻ മുതലപ്പുഴയിൽ എത്തിയത്. രാവിലെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്ന ശേഷമായിരുന്നു യാത്ര. മുതലപ്പുഴയിലെ അപകടസ്ഥലം സന്ദർശിച്ച കേന്ദ്ര സംഘം മത്സ്യത്തൊഴിലാളികളുമായും ചർച്ച നടത്തി. കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ പരാതികൾ പങ്കുവച്ചു. പലപ്പോഴും നമ്മുടെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ മരണപ്പെട്ട വിക്ടർ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി, ആ വിക്ടർ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി കരയിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. 164 കോടി രൂപ വേണ്ടിവരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പദ്ധതി നിർദ്ദേശം പരിഗണിക്കും. പ്രശ്നപരിഹാരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായവും കണക്കിലെടുക്കുമെന്നും കേന്ദ്രമന്ത്രി. ജനങ്ങളുമായിട്ടുള്ള ചർച്ച നടന്നു, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടന്നു. ഇനി ഫർദറായിട്ട് ഈ ഇവിടുന്ന് DPR കിട്ടുന്നതിൻ്റെ ഫൈനൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും. സ്ട്രക്ചറൽ ഡിസൈൻ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മുതലപ്പുഴയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തിരുവനന്തപുരത്ത് സംസ്ഥാന മന്ത്രി സജി ചെറിയാനുമായും ജോർജ് കുര്യൻ ചർച്ച നടത്തി. കേന്ദ്ര സർക്കാർ തലത്തിലെ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മുതലപ്പുഴയിലെ പരിഹാര നടപടികൾ പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സജി ചെറിയാന് നൽകിയ ഉറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.